ഡിയർ സ്റ്റുഡൻസ്, വിദൂര സംവേദനത്തിലെ മൂന്നാമത്തെ എപ്പിസോഡാണ് നമ്മളിനി കാണാൻ പോകുന്നത്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവിനെ കുറിച്ചാണ് സംസാരിച്ചത്. ഇതതിൻ്റെ തുടർച്ചയാണ്. സ്പെക്ട്രൽ ലൈബ്രറീസ്. സ്പെക്ട്രൽ ലൈബ്രറീസ് എന്നുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്കറിയാവുന്ന വസ്തുക്കളുടെയൊക്കെ തന്നെ സ്പെക്ട്രൽ സിഗ്നേച്ചേഴ്സ് അല്ലെങ്കിൽ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവുകൾ നമ്മൾ എടുത്ത് സൂക്ഷിക്കുകയാണ്. ഓക്കെ, അതൊരു ആർക്കൈവായി സൂക്ഷിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ റെഫറൻസ് ആർക്കൈവായി നമുക്കറിയാവുന്ന. അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടു, അത് ഇതിനു മുന്നത്തെ ലെക്ചറിൽ നമ്മൾ കണ്ടത് വെജിറ്റേഷൻ എങ്ങനെയാണ് പെരുമാറുന്നത്, അതുപോലെ തന്നെ ജലം എങ്ങനെയാണ് ഈ വൈദ്യുതകാന്തിക തരംഗങ്ങളുമായി പ്രതിപ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ പലതരത്തിലുള്ള സോയിലുകൾ, മണ്ണ് എങ്ങനെ പ്രതിപ്രവർത്തിക്കുന്നു. അപ്പോൾ ഓരോ വസ്തുവിനും അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ചുള്ള ഒരു സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവ് അല്ലെങ്കിൽ ഒരു സ്പെക്ട്രൽ സിഗ്നേച്ചർ ഉണ്ട്. അപ്പോൾ നമുക്കൊരു വസ്തുവിനെക്കുറിച്ച് അറിയാൻ നമ്മൾ ഒരിക്കൽ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഡാറ്റ നമ്മളൊരു റെഫറൻസ് ആർക്കൈവായി സൂക്ഷിക്കുകയാണെങ്കിൽ അത്തരം സംവിധാനത്തെയാണ് നമ്മൾ സ്പെക്ട്രൽ ലൈബ്രറീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള സ്പെക്ട്രൽ ലൈബ്രറീസ് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് ഒരുപാട് സാറ്റലൈറ്റ് ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകളുണ്ട്. അപ്പോൾ നമ്മളൊരു ഡാറ്റ നമ്മളിതിലേക്ക് കൊടുക്കുമ്പോൾ, ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ പ്രോസസ്സിംഗ് ഈസി ആക്കാൻ വേണ്ടി, ഇപ്പോൾ നമ്മളൊരു ഇമേജ് ലോഡ് ചെയ്യുന്ന സമയത്ത് ഇതിൽ വരുന്ന ഓരോ പിക്സലിലും വരുന്ന ഡാറ്റ എന്ത് തരത്തിലുള്ള ഡാറ്റയാണ്, ഏത് തരം മെറ്റീരിയലാണ് അതിൽ വരുന്നത് എന്നുള്ളത് ഈ സോഫ്റ്റ്വെയറുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്പെക്ട്രൽ ലൈബ്രറീസ് ഉണ്ട്. ഇൻബിൽറ്റ് അല്ലെങ്കിൽ അവരതിൽ ആഡ് ചെയ്തിട്ടുള്ള റെഫറൻസ് ആർക്കൈവുകളുണ്ട്. അങ്ങനെയാണ് ഇത് ഇന്ന സോയിലാണ്, അല്ലെങ്കിൽ ഇത് ഇന്ന ഗ്രാസാണ്, അല്ലെങ്കിൽ ഇന്ന രൂപത്തിലുള്ള കാടാണ് എന്ന് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഇത്തരത്തിലുള്ള റെഫറൻസ് ആർക്കൈവ്സ് അല്ലെങ്കിൽ സ്പെക്ട്രൽ ലൈബ്രറീസ് ഉപയോഗിച്ചുകൊണ്ടാണ്. അതിനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇങ്ങനെയുള്ള സ്പെക്ട്രൽ ലൈബ്രറീസിനുള്ള ഡാറ്റ എടുക്കുന്നത്, സ്പെക്ട്രൽ ലൈബ്രറീസ് അതൊരു പ്രത്യേക പ്രോസസ്സാണ്. ഒരു കൺട്രോൾഡ് കണ്ടീഷനുകൾ വെച്ചിട്ടാണ് നമ്മൾ ഇത് എടുക്കുന്നത്. അതായത് ഒരു പ്രത്യേക ഇതിൽ ആ പർട്ടിക്കുലർ വേവ് ലെങ്ത് മാത്രമാണ് വരുന്നത് എന്ന് ഉറപ്പുവരുത്തി, ലാബ് കണ്ടീഷൻസിലോ അങ്ങനെ ഒരു കൺട്രോൾഡ് കണ്ടീഷൻ, അതിൽ വേറെ തരം നോയ്സുകളൊന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നമ്മളത് എടുക്കുന്നത്. അങ്ങനെയുള്ള സ്പെക്ട്രൽ ലൈബ്രറീസിൻ്റെ ഡാറ്റ അത് അപ്രോപ്രിയേറ്റ് അല്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാച്ചാൽ ഒരു ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള ഒരു സ്പെക്ട്രോമീറ്ററുമായി ഫീൽഡിൽ പോയി നമുക്കത് കളക്ട് ചെയ്ത് ഇതിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്യാം. അതാണ് സ്പെക്ട്രൽ ലൈബ്രറീസിൻ്റെ ഒരു ഉപയോഗം എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന അല്ലെങ്കിൽ സാറ്റലൈറ്റ് സെൻസറുകൾ കളക്ട് ചെയ്യുന്ന റേഡിയേഷനെ നമുക്ക് ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള ഒരു ഡാറ്റയായി മാറ്റുന്നത്, അതായത് കൺവേർഷൻ ഓഫ് റേഡിയേഷൻ ടു ഡാറ്റ. ഇങ്ങനെയാണ് ഈ റേഡിയേഷൻ, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങിലൂടെ നമ്മൾ കളക്ട് ചെയ്യുന്ന റേഡിയേഷൻ അതൊരു ഡാറ്റയായി മാറ്റുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സെൻസർ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ നേരത്തെ ഇതിന് മുന്നത്തെ എപ്പിസോഡുകൾ സംസാരിച്ച പോലെ തന്നെ നമ്മുടെ വിസരണത്തിനും അതുപോലെ ആഗിരണത്തിനും ഒക്കെ ശേഷം ഈ സെൻസറുകളിലേക്ക് എത്തിച്ചേരുന്ന ഡാറ്റയെ, അല്ലെങ്കിൽ ഒരു റിമോട്ട് സെൻസിങ് സെൻസറുകളിലേക്ക് എത്തുന്ന നമ്മുടെ വൈദ്യുതകാന്തിക തരംഗങ്ങളെ ഒരു ഡിജിറ്റൽ നമ്പറായി മാറ്റുകയാണ്. ഒരു കണ്ടിന്യൂസ് അനലോഗായിട്ട് ഇതിലേക്ക് എത്തുന്നതിനെ ഒരു ഡിജിറ്റൽ നമ്പർ ആയിട്ട് മാറ്റുകയാണ്. അങ്ങനെ ഡിജിറ്റൽ നമ്പറായിട്ടാണ് അതിന് ശേഷമുള്ള പ്രോസസ്സിലൊക്കെ തന്നെ ഈ ഡാറ്റ ഉണ്ടാവുക. ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് സെൻസറിലേക്ക് എത്തുന്നത് ഒരു കണ്ടിന്യൂസ് സ്ട്രീമായിട്ടാണ്. ഒരു റേഡിയേഷൻ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വന്ന് പതിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുക, തുടർച്ചയായിട്ട് വന്ന് പതിക്കുകയാണ് ചെയ്യുക. അങ്ങനെ വരുന്ന റേഡിയേഷനെ ആ ഒരു സിസ്റ്റം എങ്ങനെയാണോ ഫോം ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണോ അത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്, അപ്പോൾ അതിനൊരു ഇൻ്റർവെൽ ഉണ്ടാവും. ഒരു മിനിറ്റിന് ശേഷം ഓരോ മിനിറ്റിലും ഇതിങ്ങനെ സാമ്പിൾ ചെയ്യും. അങ്ങനെ സാമ്പിൾ ചെയ്ത് കിട്ടുന്നൊരു വാല്യൂ ഒരു ഡിജിറ്റൽ നമ്പറുകളായിട്ട്, അതൊരു ഡിജിറ്റൽ നമ്പർ, അതായത് അങ്ങനെ വരുന്ന ഡാറ്റയെ ഒരു നമ്പറുകളായിട്ട് സേവ് ചെയ്യും. അപ്പോൾ അത് എത്തരത്തിലുള്ള നമ്പറുകൾ, എത്ര നമ്പറുകൾ ഉണ്ടാവും എന്നുള്ളത് ഇനി നമ്മൾ അടുത്ത അതിൽ കാണും. നമ്മുടെ റെസൊല്യൂഷൻ കൺസെപ്റ്റുകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒന്നാണ് റേഡിയോമെട്രിക് റെസൊല്യൂഷൻ. അപ്പോൾ ആ ഈ സെൻസറിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ അനുസരിച്ച് ഈ വരുന്ന ഡിജിറ്റൽ നമ്പർ എത്ര വാല്യൂസ് എടുക്കണം എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിലാ വെച്ചാൽ, എത്ര 6, 7, 8, 9 or 10 ബിറ്റ്, എത്ര ബിറ്റ് ആണ് ഇതിൻ്റെ റെസൊല്യൂഷൻ. ഇതിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ, ഈ സെൻസറിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ 6 ബിറ്റ് ആണോ 7 ബിറ്റ് ആണോ, അപ്പോൾ അത്രയും വേരിയേഷൻസ് അതിന് കിട്ടും. അതായത് ഇപ്പോൾ ഒരു 2 ബിറ്റ് ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു 0, ഒരു 1, അതായത് 2 വാല്യൂസേ ഉണ്ടാവുള്ളൂ. ഒന്നുകിൽ ഡാർക്ക് അല്ലെങ്കിൽ ലൈറ്റ്, ഒന്നുകിൽ ബ്ലാക്ക് അല്ലെങ്കിൽ വൈറ്റ്. അതൊരു 4 ബിറ്റ് ഡാറ്റ ആവുന്ന സമയത്തേക്ക് എന്താ വെച്ചാൽ അതിൽ തന്നെ ഡിഫറൻറ്റ് ഗ്രേ ലെവൽസ് വരും. കംപ്ലീറ്റ് ഡാർക്ക് ആയിരിക്കുന്നിടത്തുനിന്ന് കംപ്ലീറ്റ് വൈറ്റ് ആയിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് വീണ്ടും ഒരു 2 ഗ്രേ ലെവൽസ് വരും. ഇങ്ങനെ ഓരോന്നും വരുന്നതിനനുസരിച്ച് അത്രയും ലെവൽ കൂടി വരും. അപ്പോൾ അതിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ അനുസരിച്ചാണ് ഈ റേഡിയേഷനെ ഡാറ്റയായി മാറ്റുന്ന സമയത്ത് സെൻസറിൽ ഈ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ആ ഒരു ബൈനറി സ്കെയിൽ അത് എങ്ങനെയാണ്, ഈ പറഞ്ഞ ബിറ്റ് ഡാറ്റ, ഈ ബൈനറി സ്കെയിൽ എന്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, എത്ര ലെവൽ ഓഫ് ബ്രൈറ്റ്നസ് ഉണ്ടാവും എന്നുള്ളത് ഇതിൻ്റെ റേഡിയേഷൻ്റെ
റേഡിയേഷൻ എത്രമാത്രം ഇതുണ്ട്, എത്രമാത്രം പവർഫുള്ളാണ് എന്നുള്ളതും അതുപോലെ തന്നെ ഈ സെൻസറിൻ്റെ റേഡിയോമെട്രിക് റെസൊല്യൂഷനെയും ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക. അടുത്ത നമ്മൾ ഈ ഡിജിറ്റൽ ഡാറ്റ എങ്ങനെയാണ് ഇമേജസ് ആയിട്ട് മാറ്റുന്നത്, ഇമേജായിട്ട് കൺവെർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഒരു ഡിജിറ്റൽ ഡാറ്റ നമുക്ക് കിട്ടുന്നത് ഒരു ഇമേജായിട്ട് നമ്മൾ കാണുന്നത് എപ്പോഴും ഒരു റാസ്റ്റർ ഇമേജ് ആയിട്ടാണ്. റാസ്റ്റർ ഇമേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറേ ഓഫ് പിക്സൽസ് ആണ്. നിറയെ പിക്സലുകൾ ഇങ്ങനെ ചേർത്ത് വെച്ചാൽ എങ്ങനെ ഉണ്ടാവും, ഒരു ഗ്രിഡ് ഓഫ് പിക്സൽസ് അല്ലെങ്കിൽ ഓരോ ഗ്രിഡുകൾ ഇങ്ങനെ ചേർത്ത് വെക്കുന്നത് പോലെയാണ് ഉണ്ടാവുക. പിക്സൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഇറ്റ് ഈസ് പിക്ചർ എലമെൻറ്റ്സ് എന്നതിൻ്റെ ചുരുക്കമാണ്. അതായത് പിക്സൽ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മൾ ക്യാമറകളുടെയൊക്കെ സൈസ് പറയുന്ന ഫ്രണ്ട് ക്യാമറ ഇത്ര മെഗാ പിക്സൽ, ബാക്ക് ക്യാമറ എത്ര പിക്സൽ എന്നൊക്കെ പറയുമല്ലോ. അപ്പോൾ അതുപോലെ അതൊരു ഡിജിറ്റൽ നമ്പറാണ്, എത്ര പിക്സലുകൾ ഉണ്ടാവും ഒരു ഇമേജ് എടുത്തു കഴിഞ്ഞാൽ എന്നുള്ളത്. അത് ഇതിൻ്റെ ക്ലാരിറ്റിയെ സൂചിപ്പിക്കാനാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. ഇവിടെ നമ്മൾ എത്ര പിക്സലുകളായിട്ടാണ് ഈ ഡാറ്റ സ്റ്റോർ ചെയ്യുക. ഓരോ പിക്സലിനും ഒരു നമ്പർ കൊടുക്കും, ഒരു ഡിജിറ്റൽ നമ്പർ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇതാണ് ഡിജിറ്റൽ ഡാറ്റ ഇമേജായിട്ട് കൺവെർട്ട് ചെയ്യുന്ന സമയത്ത് ഈ ഡാറ്റയെ നമ്മൾ ഈ പിക്സലുകളെ സൂക്ഷിക്കുന്ന ഓരോ കള്ളികൾ അല്ലെങ്കിൽ ഓരോ പിക്സലുകൾ എന്ന് ആലോചിച്ചാൽ മതി. ഓക്കെ, ഇനി ഡിജിറ്റൽ നമ്പർ ഉണ്ട്. ഈ ഡിജിറ്റൽ ഡാറ്റ ഇമേജസായി മാറ്റുന്ന സമയത്ത് ഒരു ഡിജിറ്റൽ നമ്പർ കൊടുക്കുന്നുണ്ട്. ഈ പിക്സൽ എന്ന് പറയുന്നത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ആ പിക്സൽ വരുന്നത് അല്ലെങ്കിൽ ആ ഡിജിറ്റൽ നമ്പർ വരുന്നത് ഈ സിസ്റ്റത്തിൻ്റെ ഈ സെൻസറിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ, സ്പെക്ട്രൽ റെസൊല്യൂഷൻ, അതുപോലെ തന്നെ റേഡിയോമെട്രിക് റെസൊല്യൂഷൻ, ഇതിൻ്റെയൊക്കെ തന്നെ ഒരു ഇമേജിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിൽ തട്ടി വരുന്ന റേഡിയേഷൻ്റെ ഈ സ്പെക്ട്രൽ, സ്പേഷ്യൽ, റേഡിയോമെട്രിക് റെസൊല്യൂഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആവറേജിങ്, ആ ഒരു എനർജിയുടെ ഇത്തരത്തിലുള്ളൊരു ആവറേജിങ്ങിന് ശേഷം ആണ് ഇത് സ്റ്റോർ ചെയ്യപ്പെടുന്നത്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് എത്രമാത്രം വലിയ രൂപത്തിലെടുക്കുകയോ ചെറിയ ഇമേജാണോ വരുന്നത്, ഈ സെൻസർ എത്രമാത്രം കപ്പാസിറ്റി ഉള്ളതാണ്, ഇതിനൊക്കെ അനുസരിച്ചിട്ടായിരിക്കും ഈ ഡിജിറ്റൽ ഡാറ്റ ഇതിൽ സ്റ്റോർ ചെയ്യപ്പെടുക, ഒരു ഇമേജായിട്ട് സ്റ്റോർ ചെയ്യപ്പെടുക. അടുത്തത് നമുക്ക് സ്പെക്ട്രൽ ബാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം. ഓക്കെ, സ്പെക്ട്രൽ ബാൻഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെൻസേഴ്സ് എപ്പോഴും നമുക്കറിയാം ഒരു വേവ് ലെങ്ത് ഡാറ്റ, ഓരോ വേവ് ലെങ്ത്തും ഓരോ ബാൻഡായിട്ടാണ് കളക്ട് ചെയ്യുക. ഉദാഹരണത്തിന് ഇപ്പോൾ നമുക്ക് നമ്മുടെ ഒപ്റ്റിക്കൽ റിമോട്ട് സെൻസിങ്ങിലാണെങ്കിൽ നമുക്ക് 3 ബാൻഡിലാണ് സാധാരണ നിലയ്ക്കുള്ള നമ്മുടെ RBV, റിട്ടേൺ ബീം വിഡിക്കോൺ എന്നൊക്കെ പറയുന്ന നമ്മുടെ IRS സീരീസ് ഓഫ് സാറ്റലൈറ്റിലൊക്കെ ഉള്ള മുൻപ് ഇത് ചെയ്തിരുന്നത് ഇങ്ങനെയാണ്, അതായത് ബ്ലൂ, ഗ്രീൻ, റെഡ്. ഓക്കെ, അങ്ങനെയാണ് അത്ര 3 ബാൻഡുകളിലാണ് ഇത് വർക്ക് ചെയ്യുക. അപ്പോൾ സെൻസേഴ്സ് എപ്പോഴും എന്ത് ചെയ്യുക വെച്ചാൽ ഡിഫറൻറ്റ് വേവ് ലെങ്ത് ഡാറ്റയായിട്ടാണ്, ഡിഫറൻറ്റ് വേവ് ലെങ്ത്ത് ഓരോ ബാൻഡിനും ഓരോ വേവ് ലെങ്ത്ത് അസൈൻ ചെയ്ത രൂപത്തിലാണിത് വർക്ക് ചെയ്യുക. അപ്പോൾ മാത്രമല്ല ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു ലെറ്റർ കൊടുക്കും ഇതിന്, പിന്നെ ബാൻഡ് നമ്പർ 1, ബാൻഡ് നമ്പർ 2 എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ ഒരു ബാൻഡിനെ സൂചിപ്പിക്കും. ഓക്കെ, അപ്പോൾ RGB അല്ലെങ്കിൽ BGR അത് ബാൻഡ് നമ്പർ 321 എന്ന രൂപത്തിലാണ് പറയുക. പക്ഷേ അതിൽ വേറൊന്ന് ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ ഈ ബാൻഡ് നമ്പർ എന്ന് പറയുന്നത് സെൻസറിൻ്റെ നമ്പറല്ല, സെൻസർ നമ്പർ ഇസ് ഡിഫറൻറ്റ്, അത് ബാൻഡ് നമ്പർ വേറെയാണ്. ഓക്കെ, മാത്രമല്ല ഈ പറഞ്ഞ ഈ ഓരോ സാറ്റലൈറ്റ് പ്രോഗ്രാമിനും ബാൻഡ് സെപ്പറേറ്റ് ആയിരിക്കും. ഇപ്പോൾ 3 ബാൻഡാവണമെന്നില്ല, ഒരുപാട് ബാൻഡുകളുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് സ്പെക്ട്രൽ ബാൻഡുകൾ ഓരോന്നും ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ ഓരോ ബാൻഡും വർക്ക് ചെയ്യുന്നത് ഒരു പെർട്ടിക്കുലർ വേവ് ലെങ്ത് റീജിയനിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സെൻസർ 3 ബാൻഡിൽ വർക്ക് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതൊക്കെ ബാൻഡാണ് എന്നുള്ളത് നമ്മൾ നേരത്തെ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് നമ്മൾ മുമ്പത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ കണ്ടു. ഈ വേവ് ലെങ്ത്ത് ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ഡിഫൈൻ ചെയ്ത സമയത്ത് നമ്മൾ കണ്ടു ഒരുപാട് വേവ് ലെങ്ത്ത് റീജിയൻസ് ഉണ്ട്. അപ്പോൾ അതിൽ ഓരോന്നും എത്രമാത്രം ബാൻഡുകളുണ്ടോ അപ്പോൾ അത്രയും സെൻസർ അത്രമേൽ സെൻസിറ്റീവാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ കഴിയും. ഇപ്പോൾ ഇതൊരു ഉദാഹരണത്തിന് ഇവിടെ ലാൻഡ്സാറ്റ് സാറ്റലൈറ്റ്, നമുക്കറിയാം അമേരിക്കയുടെ ആദ്യം വന്നിട്ടുള്ളൊരു എർത്ത് റിസോഴ്സ് സാറ്റലൈറ്റ് സീരീസ് ERTS എന്നാണ് ഈ ലാൻഡ്സാറ്റ് ആദ്യം അറിയപ്പെട്ടിരുന്നത്. എർത്ത് റിസോഴ്സ് ടെക്നോളജി സാറ്റലൈറ്റ്സ് ERTS ആയിരുന്നു. പിന്നീടാണത് ലാൻഡ്സാറ്റ് എന്ന പേര് മാറുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് നോക്കിയാൽ അറിയാം, അതാണ് ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത് സാറ്റലൈറ്റുകളാണ്. ലാൻഡ്സാറ്റ് സീരീസ് ഒരു സീരീസ് ഓഫ് സാറ്റലൈറ്റ് ആണ്. അത് ലാൻഡ്സാറ്റ് 1 and 2, അതിൻ്റെ സെൻസറിൻ്റെ പേരാണ് RBV, റിട്ടേൺ ബീം വിഡിക്കോൺ എന്ന് പറയുന്നത്. അതിലെ ബാൻഡ് നമ്പർ ഇതാണ്, ബാൻഡ് നമ്പർ 1. അപ്പോൾ ഈ ബാൻഡ് നമ്പർ 1 വർക്ക് ചെയ്യുന്ന വേവ് ലെങ്ത്തുകളാണ് ഇത്. 0.45 മൈക്രോമീറ്റർ ടു 0.57 മൈക്രോമീറ്റർ വരെയാണ് ബാൻഡ് നമ്പർ 1. അപ്പോൾ ഈ ബാൻഡിൽ ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു സാറ്റലൈറ്റ്, ലാൻഡ്സാറ്റ് 1ഉം 2ഉം സാറ്റലൈറ്റുകൾ ഡാറ്റ കളക്ട് ചെയ്യുക 0.45 to 0.57 ബാൻഡിലാണ്, വേവ് ലെങ്ത്ത് ഉള്ള റീജിയൻ. അപ്പോൾ ഈ റീജിയനിൽ നിന്ന് അല്ലെങ്കിൽ ഈ വേവ് ലെങ്ത്തുള്ള റേഡിയേഷൻസ് ഒരു വസ്തുവിൽ അല്ലെങ്കിൽ ഒരു ഏരിയയിൽ നിന്ന് വരികയാണെങ്കിൽ അത് ബാൻഡ് നമ്പർ 1ലാണ് കളക്ട് ചെയ്യപ്പെടുക. ഇങ്ങനെ ഓരോന്നും. ഇത് MSS എന്ന് പറയുന്ന മൾട്ടി സ്പെക്ട്രൽ സ്കാനറാണ്, ഇത് വേറൊരു സെൻസറാണ്. അപ്പോൾ മൾട്ടി സ്പെക്ട്രൽ സ്കാനറിൽ ഇങ്ങനെയായിരിക്കും, അതുപോലെ തന്നെ ഓരോ റീജിയൻസാണ്. ഇനി ഇതിൻ്റെ ഓരോന്നിൻ്റെയും പിക്സൽ സൈസും വ്യത്യാസമുണ്ട്. 80, 79 ഇങ്ങനെ അത് മാറും. ഇതാണ് നമ്മൾ സെൻസർ വേറെ ബാൻഡ് നമ്പർ വേറെ എന്ന് പറയാനുള്ള കാരണം. ഇത് ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ഇത് തീമാറ്റിക് മാപ്പർ, TM എന്ന് പറയുന്നത് തീമാറ്റിക് മാപ്പറാണ്. ഇങ്ങോട്ട് എത്തുമ്പോഴേക്കും ചെറിയ വേരിയേഷൻസ് ഉണ്ട്. ഇവിടെ എത്തുമ്പോഴേക്കും എന്താ വെച്ചാൽ ഒന്നും കൂടി സ്പേഷ്യൽ റെസൊല്യൂഷൻ കൂടുകയാണ്. അതാണ് ഇവിടെ പിക്സലിൻ്റെ സൈസ്. ഇവിടെ നമ്മൾ 79, 82 എന്നൊക്കെ പറഞ്ഞ് ഇവിടെ എത്തുമ്പോഴേക്കും ഇത് 30 ഒക്കെ ആയി മാറുന്നത്. ഇതാണ് ഇത്
പാൻ എന്ന് പറയുന്നത് വേറൊരു സെൻസറാണ്, അതായത് പാൻക്രോമാറ്റിക്, അതായത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജസ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഇമേജുകളാണ്. പക്ഷേ ഇവിടെ നമ്മൾക്കും പാൻക്രോമാറ്റിക് ആണ്, പക്ഷേ അതിൻ്റെ സ്പേഷ്യൽ റെസൊല്യൂഷൻ കൂടുതലാണ്. അതുകൊണ്ടാണ് ഇവിടെ പിക്സൽ സൈസ് 15 മീറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഓക്കെ, ഇതാണ് ബാൻഡ് നമ്പറും സെൻസർ ഡിഫറൻ്റ് ആണ്, അതുപോലെ തന്നെ ബാൻഡ് നമ്പർ വേറെയാണ്. അതിൽ ഓരോന്നും ഓപ്പറേറ്റ് ചെയ്യുന്ന വേവ് ലെങ്ത് റീജിയൻസും വ്യത്യാസമുണ്ട്. ഓക്കെ, ഇനി ഇത് എങ്ങനെയാണ് ഈ പറയുന്ന ഡിഫറൻറ്റ് ബാൻഡിൽ കിട്ടുന്ന ഡാറ്റയെ നമ്മളൊരു ഇമേജായിട്ട് കിട്ടുന്ന സമയത്ത് അതെങ്ങനെ ഇരിക്കും എന്നുള്ളതാണ് നമ്മൾ ഈ ചിത്രത്തിൽ കാണുന്നത്. ഓക്കെ, ഇവിടെ ഈ പറയുന്ന ഈ നമ്പറുകളാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച ഡിജിറ്റൽ നമ്പർ. ഓക്കെ, ഇത് ഓരോ ബാൻഡാണ്. ഇപ്പോൾ ഈ ഫസ്റ്റ് ബ്ലൂവിൽ കാണിച്ചിട്ടുള്ളത് ബ്ലൂ ബാൻഡിൽ നമ്മുടെ ലാൻഡ്സാറ്റ് തീമാറ്റിക് മാപ്പർ ഡാറ്റയാണ്. 7 സ്പെക്ട്രൽ ബാൻഡുകളുണ്ട്, B1, B2, ബാൻഡ് 1, 2, 3. അപ്പോൾ അതിൽ ബാൻഡ് 1ൽ ബ്ലൂ ഇൻഫർമേഷനാണ്, ബ്ലൂ വേവ് ലെങ്ത്, അതായത് ബ്ലൂ കളറിനെ, നീല കളറിനെ സൂചിപ്പിക്കുന്ന വേവ് ലെങ്ത്താണ് ഈ ഒന്നാമത്തെ ബാൻഡിൽ കളക്ട് ചെയ്യപ്പെടുന്നത്. അതാണ് ഇവിടെ ഈ ബ്ലൂ കളർ കാണിച്ചിട്ടുള്ളത്. ഇവിടെ രണ്ടാമത്തതിൽ ഗ്രീൻ കളർ അല്ലെങ്കിൽ ഗ്രീൻ കളറിൽ വർക്ക് ചെയ്യുന്ന അതാണ് ബാൻഡ് നമ്പർ 2, ഇത് ബാൻഡ് നമ്പർ 3. അപ്പോൾ നമ്മൾ 3 നമ്മുടെ വിസിബിൾ ലൈറ്റ് നമുക്ക് കിട്ടുക ഈ പറഞ്ഞ 3 ബാൻഡിലാണ്. ബ്ലൂ 1 ഫസ്റ്റ് ബാൻഡിൽ, ഗ്രീൻ സെക്കൻഡ് ബാൻഡിൽ, ബാൻഡ് നമ്പർ 3ൽ റെഡ് കളർ കിട്ടും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴേക്കും നമുക്കറിയാം റെഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്കുള്ളത് നമ്മൾ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങിന് വിദൂര സംവേദനത്തിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻഫ്രാറെഡ് റീജിയൻസ് ആണ്. അപ്പോൾ ബാൻഡ് നമ്പർ 4ൽ നിയർ ഇൻഫ്രാറെഡ് കിട്ടും, ബാൻഡ് നമ്പർ 5ൽ മിഡ് ഇൻഫ്രാറെഡ് കിട്ടും, ബാൻഡ് നമ്പർ 6ൽ മിഡ് ഇൻഫ്രാറെഡ് ഒന്നും കൂടി ഫാർ ആയിട്ടുള്ളത് കിട്ടും, ബാൻഡ് നമ്പർ 7ൽ തെർമൽ ഇൻഫ്രാറെഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡാറ്റ കളക്ട് ചെയ്യുക. അപ്പോൾ ലാൻഡ്സാറ്റ് തീമാറ്റിക് മാപ്പർ ഡാറ്റ 7 സ്പെക്ട്രൽ ബാൻഡ് ഉണ്ട്, 6x6 പിക്സൽസും ഉണ്ട്. ഈ 6x6 എന്ന് പറയുന്നത് നമ്മൾ 6 റോ 6 കോളംസ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കിയാൽ അറിയാം. അപ്പോൾ നമ്മൾ ഓരോന്നിലും കിട്ടുന്ന വാല്യൂസ് നോക്കിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ഡിജിറ്റൽ നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനെ നമ്മൾ റിഫ്ലക്റ്റൻസ് വാല്യൂ ആയിട്ട് എടുക്കുക വിചാരിക്കും. നമ്മൾ നേരത്തെ മുൻ അധ്യായങ്ങളിൽ സൂചിപ്പിച്ച റിഫ്ലക്റ്റൻസ് വാല്യൂ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ വാല്യൂ ഓരോന്നും നോക്കിക്കഴിഞ്ഞാൽ മാറ്റമുണ്ട്. അതായത് ബ്ലൂവിൽ കിട്ടുന്ന വാല്യൂ അല്ല ഗ്രീനിൽ കിട്ടുന്നത്. ഇവിടെ 67 ആണ്, ഇവിടെ 30 ആണ്, ഇവിടെ 34 ആണ്, 40, 68, 38, 129. ഈ വാല്യൂസൊക്കെ വ്യത്യാസം എന്താ വെച്ചാൽ അത് ഓരോന്നും സൂചിപ്പിക്കുന്നത് ഓരോ എനർജി ലെവലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെയാണ്, ഇതാണ് ഡിജിറ്റൽ നമ്പർ. ഇതിൽ കൊടുത്ത ഇതാണ് ഡിജിറ്റൽ നമ്പർ. ഇത് ഓരോ ബാൻഡിൻ്റെ ഇൻഫർമേഷനാണ്. ഇങ്ങനെയാണ് ഡാറ്റ കളക്ട് ചെയ്യപ്പെടുന്നത്. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ കിട്ടിയ, അപ്പോൾ നമ്മൾ കണ്ടത് സാറ്റലൈറ്റ് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. ഓരോ ബാൻഡിൽ 7 ബാൻഡ് കണ്ടു. 7 ബാൻഡിലും നമ്മളിപ്പോൾ തീമാറ്റിക് മാപ്പറിൻ്റെ കേസിൽ 7 ബാൻഡിലും ഡാറ്റ കളക്ട് ചെയ്യുന്നത് കണ്ടു. ഇനി ഈ കളക്ട് ചെയ്യുന്ന ഡാറ്റ ഇതുപോലെ തന്നെ നമുക്ക് ഇത് ചെയ്യാൻ കഴിയില്ല. എന്താ വെച്ചാൽ 7 ബാൻഡില്ല. നമുക്ക് നമ്മുടെ കണ്ണിന് ഐഡൻറ്റിഫൈ ആവുന്നത് നമ്മുടെ വിബ്ജോർ എന്ന് പറയുന്ന ഒരൊറ്റ കളറാണ്, അല്ല ഒരൊറ്റ സ്പെക്ട്രത്തിൽ നമ്മുടെ വിസിബിൾ ലൈറ്റ് പോർഷനാണ്. മാത്രമല്ല നമ്മുടെ കമ്പ്യൂട്ടറുകളും ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ നമ്മുടെ ഡിസ്പ്ലേ യൂണിറ്റുകളൊക്കെ തന്നെ ഈ പ്രൈമറി കളേഴ്സ് വെച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യാനുള്ള രൂപത്തിലാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ 7 ബാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ നമ്മൾ എങ്ങനെ കാണും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത വെല്ലുവിളി. അപ്പോൾ നമ്മൾ അതിന് ഉപയോഗിക്കുന്നതാണ് ലോഡിംഗ് ദ ബാൻഡ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ്. ഓക്കെ, അതായത് ഒരു ബാൻഡിനെ ഒരു പർട്ടിക്കുലർ കളർ അസൈൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ബാൻഡിൽ, അതായത് ഇപ്പോൾ ബ്ലൂ ബാൻഡിൽ എടുത്താൽ അല്ലെങ്കിൽ ബ്ലൂ ബാൻഡിൽ നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഇപ്പോൾ നമ്മൾ കണ്ടല്ലോ. ബ്ലൂ ബാൻഡിൽ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ അത് കമ്പ്യൂട്ടർ സ്ക്രീനിലാണെങ്കിലും ഇനിയിപ്പോൾ പ്രിൻ്ററിലാണെങ്കിലും ഒക്കെ തന്നെ ബ്ലൂ ബാൻഡിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷനെ നമ്മൾ ബ്ലൂ കളർ തന്നെ ഉപയോഗിച്ച് കാണുകയാണ് വിചാരിക്കുക. അതാണ് ലോഡിംഗ് ദ ബാൻഡ്. പക്ഷേ അപ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ നമുക്ക് ഓൺലി 3 പോസിബിൾ കളേഴ്സ് ആർ ദർ. ഓക്കെ, നമ്മൾ പ്രൈമറി കളേഴ്സ് എന്ന് പറയുന്ന RGB എന്ന് പറയുന്ന റെഡ്, ഗ്രീൻ ആൻഡ് ബ്ലൂ, ഈ 3 കളറുകളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അറ്റ് എ ടൈം നമുക്ക് എന്തേ കഴിയുള്ളൂ, 3 ബാൻഡുകളെയാണ് അറ്റ് എ ടൈം നമുക്ക് ഉപയോഗിക്കാൻ കഴിയുള്ളൂ. 3 ബാൻഡിലെ ഇൻഫർമേഷനാണ് അറ്റ് എ ടൈം നമുക്ക് എങ്ങനെ മെർജ് ചെയ്താലും കാണാൻ കഴിയുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിനിപ്പോൾ ഇതിൻ്റെ ഏതൊക്കെ ബാൻഡുകൾ കമ്പൈൻ ചെയ്താലാണ് നമുക്കൊരു പ്രദേശത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളത്, അത് നമുക്ക് ആ ഏതൊക്കെ ബാൻഡിൽ നിന്ന് എന്ത് ഇൻഫർമേഷനാണ് ഓരോ ബാൻഡിലും ഉള്ളത് എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുക. അപ്പോൾ ആ ഒരു ഒപ്റ്റിമൽ ബാൻഡ് ചോയ്സ് ഡിസ്പ്ലേ എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഡിപ്പെൻഡ് ഓൺ ദി സ്പെക്ട്രൽ ഇൻഫർമേഷൻ നീഡഡ്. ഏത് സ്പെക്ട്രൽ ഇൻഫർമേഷനാണ് വേണ്ടത് നമുക്ക്. അപ്പോൾ നമ്മുടെ പഠനം ഉദാഹരണത്തിന് ജലശേഖരത്തെക്കുറിച്ചാണ് അല്ലെങ്കിൽ ഒരു ജലാശയത്തെക്കുറിച്ചാണെങ്കിൽ നമുക്ക് ആ ഇൻഫർമേഷൻ കൂടുതൽ തരുന്ന ബാൻഡ് എടുക്കേണ്ടി വരും. അതല്ല നമുക്ക് ഫോറസ്റ്റിനെ കുറിച്ചുള്ള പഠനമാണ് വേണ്ടതെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ബാൻഡ് കോമ്പിനേഷൻ എടുക്കേണ്ടി വരും. അതല്ല സോയിൽ ആൻഡ് റോക്ക് പെട്രോളജിക്കൽ സ്റ്റഡീസ് അല്ലെങ്കിൽ സോയിൽ പെഡോളജിക്കൽ സ്റ്റഡീസാണ് വേണ്ടതെങ്കിൽ അത് കൂടുതലായിട്ട് തരുന്നു. അപ്പോൾ നമ്മൾ ഇതിൽ കണ്ടല്ലോ സ്പെക്ട്രൽ റിഫ്ലക്റ്റൻസ് കർവിനെ ആശ്രയിച്ചിരിക്കും. അപ്പോൾ ആ ബാൻഡുകൾ നമ്മൾ കമ്പൈൻ ചെയ്യുന്നത്, ആ ഡിസ്പ്ലേയിങ് ദ ഇമേജ്, ഇതൊക്കെ തന്നെ ഈ ഒരു ലോഡിംഗ് ദ ബാൻഡ്, ഏത് ബാൻഡിലെ ഇൻഫർമേഷൻ ഏത് കളർ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഒരു ടിപ്പിക്കൽ കളർ അല്ലെങ്കിൽ ഒരു ബാൻഡ് ഡെസിഗ്നേഷൻ
വേണം എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ റെഡ്, ഗ്രീൻ, ബ്ലൂ കളറുകളാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ റെഡ് കളറിൽ നമ്മൾ കൊടുക്കുന്ന റെഡ് കളർ ഉപയോഗിക്കുന്നത് നമ്മൾ മൂന്നാമത്തെ ബാൻഡിൽ കിട്ടിയിട്ടുള്ള ഇൻഫർമേഷനാണ്. അപ്പോൾ നമ്മളിതിന് മുന്നത്തെ ചിത്രത്തിൽ കണ്ടതുപോലെ നമ്മൾ കണ്ടു, അതായത് ബ്ലൂ ബാൻഡിൽ ബ്ലൂ കളർ ഫസ്റ്റ് ബാൻഡ്, രണ്ടാമത്തെ ബാൻഡ് ഗ്രീനാണ്, മൂന്നാമത്തത് റെഡാണ്. അപ്പോൾ RGB റെഡ്, ഗ്രീൻ, ബ്ലൂ എന്ന് പറയുന്നത് 3, 2, 1 ആയിട്ട് കൊടുക്കുക വിചാരിക്കുക. അതായത് റെഡ് കളർ നമ്മൾ ഉപയോഗിക്കുന്നത് ഡിസ്പ്ലേ ചെയ്യുന്നതിൻ്റെ സീക്വൻസാണ് പറയുന്നത്. റെഡ് കളർ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ മൂന്നാമത്തെ ബാൻഡിൽ കിട്ടിയ ഇൻഫർമേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നു. ഓക്കെ. ഗ്രീൻ കളർ ഉപയോഗിച്ചുകൊണ്ട് രണ്ടാമത്തെ ബാൻഡിൽ കിട്ടിയ ഇൻഫർമേഷൻ പ്രൊജക്റ്റ് ചെയ്യുന്നു. ബ്ലൂ കളർ ഉപയോഗിച്ചുകൊണ്ട് ഒന്നാമത്തെ ബാൻഡിൽ കിട്ടിയ കളർ ഉപയോഗിക്കും. ഇത് എല്ലാ സെൻസറിനുമല്ല. ഇതിപ്പോൾ നമ്മൾ ഉദാഹരണം പറയുന്നത് ലാൻഡ്സാറ്റിൻ്റെ തീമാറ്റിക് മാപ്പർ എന്ന് പറയുന്ന സെൻസർ, ലാൻഡ്സാറ്റ് സീരീസ് ഓഫ് സാറ്റലൈറ്റ്സിലെ തീമാറ്റിക് മാപ്പർ എന്ന് പറയുന്ന സെൻസർ വെച്ചിട്ടുള്ള ഇതാണ്, ആ ഒരു സീക്വൻസാണ് പറയുന്നത്. ബാക്കിയുള്ള എല്ലാറ്റിനും ഇപ്പോൾ RGB ആവണമെന്നില്ല, നോർമലി അത് ഇങ്ങനെയാണ്. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ഈ ഇമേജറി ഒരു ട്രൂ കളർ, അതായത് നമ്മുടെ ഭൂമി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് ഈ RGB 3, 2, 1 ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഈ 3 ബാൻഡുകളും എന്താണെന്ന് വെച്ചാൽ വിസിബിൾ പാർട്ട് ഓഫ് ദ സ്പെക്ട്രമാണ്. അപ്പോൾ ഇമേജറി നമ്മൾ നേരിട്ട് കാണുന്നത് പോലെ തന്നെ നമുക്ക് ആ ഇമേജറി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പോൾ ഇങ്ങനെയാണിത് ബാൻഡ്സ് 3, 2, 1 അഥവാ RGB. അപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത്, ഇപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ള B1 to B7 എന്ന് പറയുന്നത് ലാൻഡ്സാറ്റിൻ്റെ തീമാറ്റിക് മാപ്പർ ഓരോ ബാൻഡിലും ഒരേ ഏരിയയാണ്. അതായത് ചിത്രം നോക്കിയാൽ അറിയാം, ഒരേ ഏരിയ പല ബാൻഡുകളിൽ കളക്ട് ചെയ്ത ഇൻഫർമേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഇനി ഇതിൽ നിന്ന് നമ്മൾ 3 ബാൻഡുകൾ സെലക്ട് ചെയ്യുകയാണ്. അതായത് 3 കളറുകൾ സെലക്ട് ചെയ്തിട്ട് 3 ബാൻഡുകൾക്ക് ഓരോ കളർ അസൈൻ ചെയ്യുകയാണ്. അപ്പോൾ ഫസ്റ്റ് ബാൻഡിൽ അസൈൻ ചെയ്ത കളർ, അതായത് ബാൻഡ് 1ൽ എടുത്തിട്ടുള്ള ഇൻഫർമേഷനെ നമ്മൾ ബ്ലൂ കളർ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതുപോലെ സെക്കൻഡ് ബാൻഡിൽ എടുത്തിട്ടുള്ള ഇൻഫർമേഷൻ, ബാൻഡ് 2ൽ എടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ഗ്രീൻ കളർ ഉപയോഗിച്ചിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ബാൻഡ് 3ൽ എടുത്തിട്ടുള്ള ഇൻഫർമേഷൻ റെഡ് കളർ ഉപയോഗിച്ചിട്ട് നമ്മൾ കാണിക്കുന്നു. അപ്പോൾ ഇത് 3 ലെയറും കൂടി, അല്ലെങ്കിൽ 3 ബാൻഡും കൂടി സ്റ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഇമേജ് കിട്ടും. അതാണ് ഈ കാണുന്ന ഇമേജ്. ഇത് ശരിക്കും നമ്മുടെ കണ്ണ് എങ്ങനെയാണോ ആ പ്രദേശത്തെ കാണുന്നത്, നമ്മുടെ വിസിബിൾ ലൈറ്റിൻ്റെ നമ്മുടെ കണ്ണുകൾ ഉപയോഗിച്ച് നമ്മൾ കാണുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ഇവിടെ ഇത് കാണുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ട്രൂ കളർ കോമ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രൂ കളറിൽ കാണുന്നതാണിത്. അപ്പോൾ ട്രൂ കളറിൽ കിട്ടണമെങ്കിൽ RGB = 3, 2, 1 അല്ലെങ്കിൽ 3, 2, 1 RGB എന്ന ഫോർമാറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇതിനപ്പുറത്തെ ബാൻഡിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല. 3 ബാൻഡുകൾ എടുക്കുന്നു, 3 കളറുകൾ അസൈൻ ചെയ്യുന്നു, 3, 2, 1 RGB എന്ന രൂപത്തിൽ അത് എടുക്കുന്നു. ഇനി നമുക്ക് കളർ ബാൻഡ് കോമ്പിനേഷൻ ഒന്ന് മാറ്റി നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ്. അതാണ് ബാൻഡ്സ് 4, 3, 2 RGB. അപ്പോൾ എന്ത് വ്യത്യാസമാണ് ആ ഇമേജിന് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കറിയാം, ഇതേപോലെ തന്നെ ബാൻഡ് നമ്പർ 1ൽ കിട്ടിയ ഇൻഫർമേഷൻ നമ്മൾ ഒഴിവാക്കുകയാണ്. എന്നിട്ട് ബാൻഡ് നമ്പർ 2ൽ കിട്ടിയ ഇൻഫർമേഷൻ അത് നമ്മൾ ബ്ലൂ കളർ ഉപയോഗിച്ചിട്ട് കാണിക്കുന്നു. ബാൻഡ് നമ്പർ 3ൽ കിട്ടിയ ഇൻഫർമേഷൻ ഗ്രീൻ ഉപയോഗിച്ചിട്ട് കാണിക്കുന്നു. ബാൻഡ് നമ്പർ 4ൽ കിട്ടിയ ഇൻഫർമേഷൻ റെഡ് ഉപയോഗിച്ച് കാണിക്കുന്നു. ഇത് 4, 3, 2 അതേ കളറുകളോടെ കാണിക്കാനുണ്ടായ കാര്യം അത് പെട്ടെന്ന് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നമുക്ക് എന്തുണ്ടായി, നമ്മൾ നേരത്തെ 3, 2, 1 RGB എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ട്രൂ കളറിലാണ് കണ്ടിരുന്നത്. പക്ഷേ ഇവിടെ അതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു കളർ കിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനൊരു ഇമേജ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറയും ഇറ്റ്സ് ആൻ FCC, ഫാൾസ് കളർ കോമ്പോസിറ്റ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഏതെങ്കിലും വിവരം നമുക്ക് പ്രിൻ്റ് എടുക്കുന്ന സമയത്ത് ഇത് ഏതെങ്കിലും തരത്തിലുള്ള സെക്യൂരിറ്റി ഇൻഫർമേഷൻ അല്ലെങ്കിൽ അത്തരത്തിൽ നമുക്ക് മറക്കേണ്ടതാണെങ്കിൽ നമുക്ക് ഇത്തരത്തിലുള്ള ഫാൾസ് കളർ കോമ്പോസിറ്റ് കൊടുക്കാം. രണ്ടാമത്തത് നമുക്ക് കൂടുതൽ വ്യക്തമായിട്ട്, ഉദാഹരണത്തിന് വെജിറ്റേഷനുള്ള ഭാഗം ഗ്രീനിനേക്കാൾ കൂടുതൽ നന്നായിട്ട് ഇതിലായിരിക്കും, നിയർ ഇൻഫ്രാറെഡ് ബാൻഡിലാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഫാൾസ് കളർ കോമ്പോസിറ്റ് ഉപയോഗിക്കും. അതായത് നമ്മുടെ പർപ്പസ് എന്താണോ അതിനനുസരിച്ച് നമ്മൾ ബാൻഡുകൾ മാറ്റി മാറ്റി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ട്രൂ കളർ ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട 3, 2, 1 RGB എടുക്കും. അവിടുന്ന് അങ്ങോട്ട് ആ ബാൻഡ് കോമ്പിനേഷൻ മാറുന്നതോട് കൂടിയിട്ട് പിന്നെ വരുന്നത് മുഴുവൻ FCC ആണ്, ഫാൾസ് കളർ കോമ്പോസിറ്റാണ്. ഇനി വേറൊരു കളർ കോമ്പിനേഷൻ നോക്കാം, 532 RGB. അതേ ഏരിയയാണ്, പക്ഷേ അതിലെ കളറിൽ വരുന്ന മാറ്റം നോക്കണം. ഇതിന് മുന്നേ നമ്മൾ 432 RGB ആക്കിയിരുന്ന സമയത്ത് റെഡായി കണ്ടിരുന്ന പ്രദേശമൊക്കെ ഇപ്പോൾ ഗ്രീനായിട്ട് മാറി. ഇതിലൊന്നുമില്ല, ഇതേപോലെ തന്നെ ഫിഫ്ത്ത് ബാൻഡിൽ എടുത്തിട്ടുള്ള ഇൻഫർമേഷനാണ് ഇക്കുറി നമ്മൾ റെഡ് കളർ ഉപയോഗിച്ച് കാണിക്കുന്നത്. തേർഡ് ബാൻഡിൽ എടുത്തിട്ടുള്ള ഇൻഫർമേഷൻ അതേപോലെ തന്നെ ഗ്രീൻ കളർ ഉപയോഗിച്ച് കാണിക്കുന്നു. സെക്കൻഡ് ബാൻഡിൽ എടുത്തിട്ടുള്ള ഇൻഫർമേഷൻ ബ്ലൂ കളർ ഉപയോഗിച്ച് കാണിക്കുന്നു. ഇങ്ങനെ നമുക്ക് ഈ പറഞ്ഞ 7 ബാൻഡിനെ നമുക്ക് ഈ 3 കളർ വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യല്ല, അത് നമ്മുടെ ആവശ്യാനുസരണം മാറ്റി കാണാൻ കഴിയും.
അപ്പോൾ നമ്മുടെ പർപ്പസ് എന്താണോ, നമ്മൾ ഏത് തരം പഠനങ്ങൾക്കാണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഏത് കളറിലാണ് ഇത് കൂടുതൽ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഈ കളർ കോമ്പിനേഷൻ എടുത്ത സമയത്ത് നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ ഇവിടെ സെഡിമെൻ്റൊക്കെ ഉള്ള ഈ ഇമേജിൽ സെഡിമെൻ്റുള്ള പോർഷൻ ഒരു വേറൊരു ലൈറ്റ് ബ്ലൂ കളറിലും സെഡിമെൻ്റ് ഒന്നും ഇല്ലാത്ത അല്ലെങ്കിൽ ഡീപ്പർ ഏരിയയിലേക്ക് പോകുമ്പോൾ അത് ബ്ലാക്ക് ആയിട്ട് മാറുന്നു. സാധാരണ ഒരു ഷാലോ വാട്ടർ ഡാർക്ക് ബ്ലൂ ആയിട്ട് കാണും. അതായത് ഓരോ പ്രദേശവും അതുപോലെ വെജിറ്റേഷനൊക്കെ തന്നെ ഇവിടെ നല്ല ബ്രൈറ്റ് ഗ്രീൻ കളറിൽ കാണുന്നുണ്ട്. റോക്കി ഏരിയാസൊക്കെ തന്നെ ഒരു വയലറ്റിഷ് കളറിലാണ് കാണുന്നത്. അപ്പോൾ നമ്മുടെ പഠനം ഏത് രൂപത്തിലാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് ബാൻഡ് കോമ്പിനേഷൻ മാറ്റി കൊടുത്ത്, അതിപ്പോൾ ഒരുപാട് ഇൻഫർമേഷൻ, ഒരുപാട് ഫെസിലിറ്റീസ് അവൈലബിൾ ആണ് നമ്മുടെ ഇമേജ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയറുകളിൽ. ഇത്തരത്തിലുള്ള ബാൻഡ് കോമ്പിനേഷൻ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് നമ്മൾ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തിട്ടുള്ളത്. അതായത് എങ്ങനെയാണ് നമ്മുടെ ഡിജിറ്റൽ ഡാറ്റ അല്ലെങ്കിൽ സെൻസറുകൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷനെ നമ്മൾ ഡിജിറ്റൽ ഡാറ്റയാക്കി മാറ്റുന്നു. ആ ഡിജിറ്റൽ ഡാറ്റ പിക്സലുകളുടെ രൂപത്തിൽ ഡിജിറ്റൽ നമ്പറായി സ്റ്റോർ ചെയ്യുന്നു. ആ ഡിജിറ്റൽ നമ്പറുകളെ നമ്മൾ ഡിഫറൻറ്റ് കളർ ഗണ്ണുകളിലേക്ക് കൊടുത്തിട്ട് അത് ഇമേജായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ എപ്പിസോഡിൽ ചർച്ച ചെയ്തത്. അടുത്ത ഒരു എപ്പിസോഡിൽ നമ്മൾ ഈ റെസൊല്യൂഷൻ കൺസെപ്റ്റുകളെക്കുറിച്ച് ചർച്ച ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ്.